ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കിച്ചണിൽ ചെയ്യാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ റോസ്റ്റ്, കൊടംപുളി ഇട്ട് വെച്ച ഉണക്കച്ചെമ്മീൻ റോസ്റ്റാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: നാളികേരക്കൊത്ത്, ചെറുതായി നാളികേരം നുറുക്കി വെച്ചത്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ കൊടംപുളി നമ്മൾ കുതിരാനായിട്ട് കഞ്ഞിവെള്ളത്തിലാണ്, ചൂടുള്ള കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ ഉണക്കച്ചെമ്മീൻ കഴുകി വൃത്തിയാക്കി നന്നായി വറുത്തെടുത്ത ഉണക്കച്ചെമ്മീനും. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മളിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ചട്ടി ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അവയെല്ലാം ചേർന്ന് ഒന്ന് ഇളക്കി ചേർക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയം നമുക്ക് ഇപ്പോൾ 2-3 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്തു. ഇനി നമ്മൾ നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ നാളികേരം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നാളികേരക്കൊത്തും ഇതിനോടൊപ്പം തന്നെ കിടന്നൊന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചോറിനോടൊപ്പം വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്നതാണ് ഉണക്കച്ചെമ്മീൻ്റെ റോസ്റ്റ്. അപ്പോൾ ഉപ്പും പുളിയും എരിവെല്ലാം കൂടിയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ഉണക്കച്ചെമ്മീൻ കൊണ്ടുള്ള ചമ്മന്തി അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതും ഇഷ്ടപ്പെടും. ഇനി നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. ഇനി ഈ സമയം നമുക്ക് കാശ്മീർ ചില്ലി പൗഡറൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, കാരണം കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി അത് വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ. എല്ലാം നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള പൊടികൾ തന്നെയാണ്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി മസാലയും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെമ്മീനും മസാല എല്ലാം കൂടി ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിമെല്ലാം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുകയാണ് നല്ലത്. ഫുൾ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്. അപ്പോൾ ഇനി നന്നായിട്ട് ആ മസാലയൊക്കെ ചേർന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ കൊടംപുളി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അതുകൂടാതെ 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഈ ചെമ്മീനെല്ലാം ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളവും ചെമ്മീനും മസാലകളെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കൊരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം, കാരണം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഉണക്കച്ചെമ്മീൻ്റെ. അപ്പോൾ അതിങ്ങനെ ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം. അപ്പോൾ അതുവരെ ഒന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളുടെ ഗ്രേവിയൊക്കെ ഒന്ന് തയ്യാറായി വന്നിട്ടുണ്ട്. ഒന്നുകൂടി വെള്ളം വറ്റേണ്ടതുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കി, ഉപ്പൊക്കെ പാകമാണ്. ഈ സമയം ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി നമ്മളുടെ ഗ്രേവി ഒന്ന് വറ്റി വരേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒന്നുകൂടി അടച്ച് വയ്ക്കാം, കാരണം കുറച്ചുകൂടി അതൊന്ന് ഡ്രൈ ആയി വരണം. ഇപ്പോൾ നമ്മൾ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി ഇപ്പോൾ പാകത്തിനായി വന്നിട്ടുണ്ട്. നമ്മളുടെ
ഉണക്ക ചെമ്മീൻ കൊണ്ടുള്ള റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മളുടെ പച്ച വെളിച്ചെണ്ണയൊന്നും മേലെ ഒഴിച്ചു കൊടുക്കുക. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ ഫ്ലെയിം എല്ലാം ഓഫാക്കി ഉണക്ക ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ വാഴയിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ ഇലയെല്ലാം വെട്ടി ക്ലീനാക്കി കഴുകി കൊടന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതൊന്ന് ചെരിയാം. അപ്പോൾ നമുക്ക് ചോറിനോടൊപ്പം പെട്ടെന്നൊക്കെ ഉണക്ക ചെമ്മീൻ ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു നല്ലൊരു കറി എന്ന് പറയാൻ വയ്യ, ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വിഭവമായി കാണുന്നത് വരെ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഓക്കെ.